ഓക്കെ ഹായ് ഓൾ. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഈ ടോപ്പിക് ഇസ് ബേസിക്കലി ഇലക്ട്രോലൈറ്റ്സ് ആണ്, അതിൻ്റെ ബേസിക്സ്, അയോണിക് ട്രാൻസ്പോർട്ട്, അയോണിക് സൊല്യൂഷൻസ്, ഇലക്ട്രോഡ്സ് എന്താണ്, റിയാക്ഷൻ മെക്കാനിസം എന്താണ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ഇലക്ട്രോലൈറ്റ്സ് എന്താണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസോൾഡ് വാട്ടറിൽ ഡിസോൾവ് അല്ലെങ്കിൽ മോൾട്ടൺ ആയിട്ട് കാണപ്പെടുന്ന അയൻസിന്, പ്രസൻസ് ഓഫ് അയൻസിനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നതെന്നും ഇതിൽ 3 തരത്തിലുണ്ടെന്ന്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, പിന്നെ നോൺ ഇലക്ട്രോലൈറ്റ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോയി. ഓക്കെ, സോ അയണൈസേഷൻ ഇൻ വാട്ടർ എന്നൊരു കോൺസെപ്റ്റ് കൂടെ പറയുമ്പോൾ വെൻ ഇലക്ട്രോലൈറ്റ്സ് ഡിസോൾവ് ഇൻ വാട്ടർ ദേ ഡിസോസിയേറ്റ് ഇൻ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് allowing them to conduct electrically. അത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അത് തന്നെ എന്ന് കണ്ടക്ട് ചെയ്യാൻ ഒന്ന് അലോ ചെയ്യുന്ന അല്ലെങ്കിൽ തന്നെ സബ്ജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോണൈസേഷൻ ഇൻ വാട്ടർ. ആൻഡ് നെക്സ്റ്റ് ഈസ് അയോണിക് ട്രാൻസ്പോർട്ട്. എന്താണ് അയോണിക് ട്രാൻസ്പോർട്ട്? താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ബേസിക്കലി ബയോമെഡിക്കൽ പെർസ്പെക്റ്റീവിൽ ഹ്യൂമൻസിന്റെ ബോഡിയിലുള്ള ട്രാൻസ്പോർട്ടിനാണ് പറയുന്നത്. അത് അനോട്ടമിക്കലി നമ്മൾ പഠിച്ചതുമാണ്. Mechanism. Ionic transport involves the movement of ions through an electrolyte solution under influence of an electric field or concentration gradient. For conduction of electricity, first conduction of electricity കുറിച്ച് പറയുമ്പോൾ ions move towards electrodes of opposite charge. അത് നമുക്കറിയാം. Carrying electrical current through the solution. സൊല്യൂഷനിൽ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആകുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ അപ്ലിക്കേഷൻ എന്താണ്? ബാറ്ററി ഓപ്പറേഷൻ ആയാലും ഇലക്ട്രോലൈസിസ് ആയാലും ബയോളജിക്കൽ അയൺ ചാനൽസ് ആയാലും ഇതെല്ലാം നമ്മുടെ അയോണിക് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ്. ഇനി അയോണിക് സൊല്യൂഷൻസ് എന്താണ് എന്ന് പറയും. ഇപ്പം അയോണിക് സൊല്യൂഷന്റെ കോമ്പോസിഷൻ നമുക്ക് നോക്കാം. അയോണിക് സൊല്യൂഷൻ കൺസിസ്റ്റ് ഓഫ് ഡിസോൾവ്ഡ് അയോൺസ് ഇൻ എ സോൾവെന്റ്, ടിപ്പിക്കലി വാട്ടർ. രണ്ട് കോൺസെൻട്രേഷൻ എഫക്ട്സ് ഉണ്ട്. ഫസ്റ്റ് കോൺസെൻട്രേഷൻ എഫക്ട്സ് എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ അയോണിക് സൊല്യൂഷൻ ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് പ്രസന്റ്. Conductivity of a ionic solution depends on the concentration of ions present. എത്ര ions present ആണോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ അയോണിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി. ഇനി electrolysis. In electrolysis, electrical energy drives non-spontaneous reaction by forcing ions to migrate and undergo chemical changes at electrons. In electrolysis, electrical energy drives non-spontaneous reactions by forcing ions to migrate and undergo chemical changes at the electrodes. അപ്പോൾ നമുക്കൊരു ഡയഗ്രാം ഉണ്ട്, അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ 4 ഇലക്ട്രോഡ്സ് ആൻഡ് റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ച് പറയാം. ഇലക്ട്രോഡ്സ് രണ്ട് തരത്തിലുണ്ട്, ആനോഡ്, കാത്തോഡ്. ആനോഡിൽ ഓക്സിഡേഷൻ അക്യൂർ ചെയ്യുന്നു, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. കാത്തോഡിൽ റിഡക്ഷൻ അക്യൂർ ചെയ്യുന്നു, അത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഓക്സിഡേഷൻ അറ്റ് ആനോഡ്, സബ്സ്റ്റൻസസ് ലൂസ് ഇലക്ട്രോൺസ് ആൻഡ് ബിക്കം ഓക്സിഡൈസ്ഡ്. Okay, reduction at cathode the substance gain electrons and are reduced. In electrochemical cells, electrodes facilitate electron transfer between the electrolyte and external circuit, enabling energy conversion. Example batteries or chemical synthesis. Example electroplating. നമുക്ക് അതിന്റെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following substance conducts electricity due to the presence of ions when dissolved in water? Conduct ഏതാണ്? ഏറ്റവും നമ്മൾ സോഡിയം ക്ലോറൈഡ്, NaCl. ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി. NaCl ഷുഗർ ഒന്നും ഡിസോൾവ് ആകില്ല, അസറ്റിക് ആസിഡ് ഡിസോൾവ് ആകില്ല. എത്തനോൾ സെമി ഡിസോൾവർ ആണ്. ഏറ്റവും കൂടുതൽ ഡിസോൾവ് ആകുന്ന ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ആൻഡ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അയോൺ ട്രാൻസ്പോർട്ട് അക്യൂസ് ഡ്യൂ ടു ദ നമ്മൾ ഡിസോൾവ് ആകുമ്പോൾ അയോൺസ് സെപ്പറേറ്റ് ആയിട്ട് അത് ഡ്രൈവ് ചെയ്യപ്പെടും, അല്ലെ, അയൺ മൂവ്മെന്റ്. സോ അയൺ മൂവ്മെന്റ് ആണ് അതിന്റെ ബേസിക്സ്. What is the function of electrodes in an electrochemical cell? Electrodes ന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ ഒരു MCQ നോക്കിയതാണ്. ഫെസിലിറ്റേറ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഫെസിലിറ്റേറ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ, വേറൊന്നും മാച്ച് ആയിട്ടുള്ള ഇല്ല. ഇനി ഡ്യൂറിങ് an oxidation reaction at the anode in an electrolytic cell എന്ത് നടക്കുന്നു? ഈ ഓപ്ഷൻസ് പ്രകാരം ഓക്സിഡേഷൻ സമയത്ത് റിഡക്ഷൻ നമ്മുടെ മൈനസ് ആണ്, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് ആർ ലോസ്റ്റ്. അതേസമയം ഇവിടെ റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ it is electrons are gained. What type of reaction occurs at the cathode in an electrolytic cell? What type of reaction occurs at a cathode in an electrolytic cell? കാത്തോഡിൽ എന്താണ് നടക്കുന്നത്? ആനോഡിൽ ഓക്സിഡേഷൻ ആണെങ്കിൽ കാത്തോഡിൽ റിഡക്ഷൻ ആണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. And
അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഒരു സെറ്റ് ഓഫ് ടോപ്പിക് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ടോപ്പിക് തിയറി ഓഫ് കൈനറ്റിക്സ് ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കണം. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ, പിന്നെ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസിലെ റിലേഷൻഷിപ്പ് നോക്കണം. കറണ്ട് പൊട്ടൻഷ്യൽ ട്രാൻസിറ്റ് നോക്കണം. വർക്കിംഗ് ഇലക്ട്രോഡ്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അപ്ലിക്കേഷൻ നമ്മൾ നോക്കണം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് തിയറി ഓൺ കൈനറ്റിക്സ് ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ കൈനറ്റിക്സ് എനർജിയാണ് നമുക്കറിയാം. കൈനറ്റിക്സ് ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് ഗവേൺ ഹൗ ഫാസ്റ്റ് ഓർ സ്ലോ എ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ്സ്. ഹൗ ഫാസ്റ്റ് ഓർ സ്ലോ എ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ്സ് at a electrode surface under influence of applied ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോഡ് സർഫേസിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് സ്ലോ ആയിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കൈനറ്റിക്സിന്റെ ബേസിക്സ്. അണ്ടർസ്റ്റാൻഡിങ് ദീസ് പ്രിൻസിപ്പിൾ ഈസ് എസെൻഷ്യൽ ഫോർ ദ റിയാക്ഷന്റെ എഫിഷ്യൻസിയും ആൻഡ് റിയാക്ഷൻസിന്റെ അക്യൂറിംഗ് റേറ്റ് കൂട്ടാനും നമുക്ക് സഹായിക്കും. അതിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് ആണ് ആദ്യത്തെ ഫാക്ടർ. ദ റേറ്റ് അറ്റ് വിച്ച് electrochemical reaction occurs is influenced by the factors of electrode surface area, concentration of reaction and temperature. നേരത്തെ നമ്മൾ നോക്കിയ കാര്യമാണ്. It is typically described by Butler-Volmer equation, which relates the reaction rate of electrode potential and kinetics of electron transfer. Butler-Volmer equation. The Butler-Volmer equation describes the relationship between exchange current, അതിനെ I0 എന്ന് പറയും, exchange current density and electrode potential E and overall potential eta. അപ്പോൾ I is equal to I0, that is exchange potential, is exponential of alpha AF is equal to E by EA, is standard potential, and 0 by over potential divided by RT. Temperature and gas constant minus exponential of വീണ്ടും A alpha CF of same equation divided by RT. Same equation ഇവിടെ C മാറുന്നു, ഇവിടെ A ആവും. ഓക്കെ, ഇവിടെ നോക്കാം. I current density എന്നറിയാം, I0 നമുക്ക് exchange current density എന്നറിയാം, alpha C എന്ന് പറയുന്നത് anodic and cathodic charge transfer coefficient. അത് മനസ്സിലാക്കിയത് ഇവിടെ വരുന്ന മെയിൻ ഡിഫറൻസ്, ആനോഡിക് ആൻഡ് കാത്തോഡിക് ചാർജ് ഡിഫറൻസ്. ഇനി EAO ECO അറിയാം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് anodic and cathodic reaction. Eta is the over potential, F is Faraday's constant, R is the gas constant and T is the temperature in Kelvin. Simple. ആ രണ്ട് ആൽഫയും ഇയും മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. That is the relationship of exchange current and or electrode potential with over potential in Butler-Volmer equation. ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ഡെൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ്. ഇതൊക്കെ വലിയ ടോപ്പിക്, ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. ഇതും Butler-Volmer ഇക്വേഷൻ തന്നെയാണ്. സെയിം ഇവിടെ വരുന്ന സാധനം സിംപ്ലിഫൈ ചെയ്ത് സെയിം. ഓക്കെ, അണ്ടർ ദ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ദ കറണ്ട് ഡെൻസിറ്റി electrochemically is directly proportional to the electrode potential. That is same Butler-Volmer equation നമ്മൾ കാര്യം പഠിച്ചത് തന്നെയാണ്. ഇവിടെ വേറൊരു ഡിഫറൻസ് നമുക്ക് നോക്കാൻ ഇല്ല. ഇനി കറണ്ട് പൊട്ടൻഷ്യൽ ട്രാൻസിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് പൊട്ടൻഷ്യൽ ട്രാൻസിയൻസ് എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ച് ഇൻ കറണ്ട് ഡെൻസിറ്റി I0 ഓവർ ടൈം ഇവിടെ ഫാക്ടറാണ്, ഇൻ റെസ്പോൺസ് ടു ദ സ്റ്റെപ്പ് ചേഞ്ച് ഇൻ, ഓരോ സ്റ്റെപ്പിൽ ചേഞ്ച് ഇൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സോൾവെന്റിലെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഓരോ സ്റ്റെപ്പിൽ നടക്കുന്ന ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ചേഞ്ച് ഇൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. These transients provide insights into reaction mechanism, electrode kinetics and dynamics of the electrochemical system. നോക്കാം cyclic voltammetry, a technique used to study the current potential transients by sweeping the electric potential linearly with the time and measuring the resulting current response. ഇനി chrono amperometry എന്നാണ് another technique where potential is stepped to a new value and resulting current measure. ഒരു ന്യൂ വാല്യൂ കൊടുത്ത് റിസൾട്ട് ചെയ്യും, അതിന്റെ ഫംഗ്ഷൻ ഓഫ് ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യും, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഓൺ റിയാക്ഷൻ കൈനറ്റിക്സ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എഫക്ട്സ്. ഇനി വാട്ട് ഈസ് വർക്കിംഗ് ഇലക്ട്രോഡ്സ്, ബേസിക് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾ നോക്കാം. വർക്കിംഗ് ഇലക്ട്രോഡ്സ് ആർ ക്രൂഷ്യൽ കോമ്പണന്റ് ആണ് ഇലക്ട്രോകെമിക്കൽ, നമുക്ക് ക്രൂഷ്യൽ ആണ്. ടൈപ്പ് എന്ന് വെച്ചാൽ മെറ്റാലിക് ഇലക്ട്രോഡ്സ് ഉണ്ട്, മോഡിഫൈഡ് ഇലക്ട്രോഡ്സ് ഉണ്ട്. മെറ്റാലിക് ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യുന്നു? മേഡ് ഓഫ് കണ്ടക്റ്റീവ് മെറ്റൽസ് ലൈക്ക് പ്ലാറ്റിനം, ഗോൾഡ് ഓർ കാർബൺ. Modified electrodes, so surface modified to enhance the special properties such as catalytic activity and selectivity. ഇനി ബേസിക് പ്രിൻസിപ്പിൾ നോക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാൻ നമുക്ക് എന്താണെന്ന്, ഡിറ്റർമിൻസ് ദ ഫീസിബിലിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ അറ്റ് ആൻ ഇലക്ട്രോഡ് സർഫേസ്. ഇനി ഇലക്ട്രോഡ് സർഫേസ് ഏരിയ എന്താണെന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസസ് റിയാക്ഷൻ റേറ്റ് ആൻഡ് കറന്റ് ഡെൻസിറ്റി. ഇനി
surface modification എന്ന് പറയും techniques like electrode deposition or molecular self assembly can tailor electrode potential for the specific application. നമുക്കൊരു സൊല്യൂഷൻ കണ്ട വർക്കിംഗ് ഇലക്ട്രോഡ്സിന്റെയും കൗണ്ടർ ഇലക്ട്രോഡ്സിന്റെയും പൊസിഷനും അത് അളക്കുന്ന പൊട്ടൻഷ്യൽ സ്റ്റേറ്റും അനലൈറ്റ് സൊല്യൂഷനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി അതിന്റെ അപ്ലിക്കേഷൻസ് നമുക്കറിയാം. ഇലക്ട്രോ കെമിക്കൽ സെൻസേഴ്സിൽ യൂസ് ചെയ്യും, എനർജി സ്റ്റോറേജിന് യൂസ് ചെയ്യും, കറോഷൻ പ്രൊട്ടക്ഷൻ നമുക്ക് യൂസ് ചെയ്യും, തുരുമ്പ് പോക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, റിയാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which equation describes the density between current, electrode potential and electrode? നമ്മൾ ഒരു ഇക്വേഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ള അതിനെയാണ് ബട്ട്ലർ-വോൾമർ ഇക്വേഷൻ. ബട്ട്ലർ-വോൾമർ ഇക്വേഷൻ. ഇനി under steady state condition in an electrochemical cell, the current density I is primarily dependent upon applied potential. നമ്മൾ എത്ര പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു അങ്ങനെയാണ് കറണ്ടിന്റെ ഡെൻസിറ്റി ചേഞ്ചും അവിടെ ഉണ്ടാകുന്നത്. ഇനി third, what technique is used to study the relationship between current and potential over time by sweeping the electrode potential linearly? ആദ്യത്തെ മെത്തേഡ് സൈനോ ആംപെറോമെട്രി, കോണോ ആംപെറോമെട്രി ഉണ്ടായിരുന്നു, സൈക്ലിക് വോൾട്ടമെട്രി. ആദ്യം പഠിച്ചത് സൈക്ലിക് വോൾട്ടമെട്രിയാണ്. സൈക്ലിക് വോൾട്ടമെട്രിയാണ് അതിന്റെ ആൻസർ, ലീനിയർലി എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, in an electrochemical cell the working electrode is responsible for എന്താണ് വർക്കിംഗ് ഇലക്ട്രോഡ് എന്താ ചെയ്യുന്നത്? ഫെസിലിറ്റേറ്റ് ദ ഇലക്ട്രോ ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ സെയിം ആയിട്ട് ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടാവും സെയിം ക്വസ്റ്റ്യൻ. Which type of electrode is typically used in electrochemical sensors for detecting and quantifying the analyte based on the electrochemical properties? എന്ത് ഇലക്ട്രോഡ് ആയിരിക്കും? മെറ്റൽ യൂസ് ചെയ്യാം, കാർബൺ. മെറ്റൽ ഇവിടെ അതായിട്ട് പറഞ്ഞിട്ടില്ല, കാർബൺ ഇലക്ട്രോഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ കാർബൺ ഇലക്ട്രോഡ് ഇസ് ദ ആൻസർ. സോ നമ്മൾ അടുത്ത സെഷൻ ഓഫ് ടോപ്പിക്സിലേക്ക് നീങ്ങുകയാണ്. ഇലക്ട്രോഡ് മെറ്റീരിയൽസ്, ഇലക്ട്രോഡ് ജിയോമെട്രി, ഹൈഡ്രോഡൈനാമിക് കണ്ടീഷൻ, കെമിക്കലി മോഡിഫൈഡ് ഇലക്ട്രോഡ്, ഈ ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സോ ഇലക്ട്രോഡ് മെറ്റീരിയൽസ് നമുക്ക് എന്താ അറിയാം. ബേസിക്കലി മെറ്റൽസും കാർബൺ ബേസ്ഡ് ആണ് ഉള്ളത്. മെറ്റൽസിൽ പ്ലാറ്റിനം ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. പ്ലാറ്റിനം ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്, അതിന് ഇനേർട്ട്നെസ് സ്റ്റെബിലിറ്റിയും കാരണം. ഗോൾഡ് കണ്ടക്ടിവിറ്റിയിൽ അടിപൊളിയാണ്, റെസിസ്റ്റൻസ് ടു കൊറോഷൻ ഉണ്ട്. അതുപോലെ സിൽവർ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി കാർബൺ ബേസ്ഡ് മെറ്റീരിയൽസിൽ ഗ്രാഫൈറ്റ്, ഗ്ലാസി കാർബൺ, കാർബൺ നാനോ ട്യൂബ്സ്. ഗ്രാഫൈറ്റ് അടിപൊളി കണ്ടക്ടിവിറ്റിയാണ്, വില കുറവാണ്. അതുപോലെ ഗ്ലാസി കാർബൺ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്താണ് റീപ്രൊഡ്യൂസിബിൾ സർഫേസ് ആണ് അതിന്. പിന്നെ കാർബൺ നാനോ ട്യൂബ്സ് ഹൈ സർഫേസ് ഏരിയ ആൻഡ് എക്സലന്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി അത് വേറെ മെറ്റീരിയൽസ് നമുക്ക് പറയാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉള്ളത് മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്, ടൈറ്റാനിയം ഡയോക്സൈഡ്സും ടിൻ ഡയോക്സൈഡ്സ് ഒക്കെ നമുക്ക് ഫോട്ടോ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കണ്ടക്റ്റീവ് പോളിമേഴ്സ്, പോളി അനലൈൻ, പോളി പൈറോൾ, ഓഫറിംഗ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ട്യൂണബിൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി ഇലക്ട്രോഡ് ജിയോമെട്രി, അതിൻ്റെ ഒരു മെക്കാനിസം, അതിൻ്റെ ഒരു ഡയമെൻഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ കൺസിഡറേഷൻ എടുക്കും. കൺസിഡറേഷൻ എടുത്ത 3 ടൈപ്പ് ഉണ്ട്, അതായത് പ്ലാനാർ ഇലക്ട്രോഡ്സ്, സിലിണ്ടറിക്കൽ ഇലക്ട്രോഡ്സ് ആൻഡ് മൈക്രോ ഇലക്ട്രോഡ്സ്. പ്ലാനാർ ഇലക്ട്രോഡ്സിന് ഫ്ലാറ്റ് സർഫേസ് ആണ്, എന്താ പറയുക, കൺട്രോളബിൾ ഇലക്ട്രോഡ് ഏരിയ, ഒരു അപ്ലിക്കേഷൻസ് ഇതിനാണ് യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി സിലിണ്ടറിക്കൽ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഫ്ലോ ത്രൂ സിസ്റ്റംസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മാസ് ട്രാൻസ്പോർട്ട് എന്നാണ് അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഇനി മൈക്രോ ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ സ്മോൾ സ്കെയിൽ ഇലക്ട്രോഡ് ഫോർ സ്റ്റഡിങ് ലോക്കലൈസ്ഡ് ഇലക്ട്രോ കെമിക്കൽ, ഏതെങ്കിലും ചെറിയ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഹൈഡ്രോഡൈനാമിക് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റേർഡ് സൊല്യൂഷൻ, ഫ്ലോ സിസ്റ്റംസ്, സ്റ്റേഷനറി. അതായത് നമ്മുടെ സൊല്യൂഷന്റെ കണ്ടീഷൻസ് 3 തരത്തിൽ പറയാം. സ്റ്റേർഡ് സൊല്യൂഷൻ, മാസ് ട്രാൻസ്പോർട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, കാറ്റലിസ്റ്റുകളെ മിക്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് സ്റ്റീർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലോ സൊല്യൂഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് കൺട്രോൾഡ് ഫ്ലോ റേറ്റ്, നമ്മൾ മാസ് ട്രാൻസ്പോർട്ടിന് വേണ്ടി തന്നെയാണ്. റിയാക്ഷൻ കൈനമാറ്റിക്സ് ഒക്കെ ഡിപ്പെൻഡബിൾ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷനാണ്. അതുപോലെ സ്റ്റേഷനറി ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് മാസ് ട്രാൻസ്ഫർ, സൂട്ടബിൾ ഫോർ സ്റ്റഡിങ് ഡിഫ്യൂഷൻ കോൺസെൻട്രേഷൻ പ്രോസസ്, ചെറിയ പ്രോസസ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കെമിക്കലി മോഡിഫൈഡ് ഇലക്ട്രോഡ്സ്, ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് കൂടെ പറയുകയാണെങ്കിൽ കെമിക്കലി മോഡിഫൈഡ് ഇലക്ട്രോഡ്സ് മോഡിഫൈഡ് വിത്ത് തിൻ ഫിലിംസ് ഓർ മോണോലേയേഴ്സ് ടു എൻഹാൻസ് സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ലൈക്ക് സെലക്ടിവിറ്റി, സെൻസിറ്റിവിറ്റി, സ്റ്റെബിലിറ്റി. ടൈപ്സ് self-assembled monolayers, polymer films, metal oxide films. അതിൽ സെൽഫ് അസംബിൾഡ് സാംസ് അല്ലെങ്കിൽ സെൽഫ് അസംബിൾഡ് മോണോലേയേഴ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് മോളിക്യൂൾ സ്പോണ്ടേനിയസ്ലി അബ്സോർബ്ഡ് ഓൺ ടു ദ ഇലക്ട്രോഡ് സർഫേസ്. Polymer films, conductive polymers like polyaniline,
or polypyrrole deposited onto electrodes. Metal or metal oxides, thin layers of metals or metal oxide deposited via techniques like electro deposition and sputtering. Application sensors, electrocatalysis, biosensors, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ basic applications വരുന്നത്. നമുക്ക് MCQs നോക്കാം. Which electrode material is known for its inertness and stability in electrochemical reaction? ഏറ്റവും കൂടുതൽ inert ആണ്, stable ആണെന്ന് പറയുന്നത് platinum ആണ്, നമ്മൾ ഫസ്റ്റ് പഠിച്ച സാധനം. Second one, what type of electrode geometry is typically used in flow through systems where connective mass transfer is important? ഏതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? സിലിണ്ടറിക്കൽ ഇലക്ട്രോഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലോ ത്രൂ സിസ്റ്റത്തിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട്. ഇനി തേർഡ്, which hydrodynamic condition enhances mass transport due to mixing or making it suitable for faster electrochemical reaction? ഏറ്റവും മിക്സിങ്ങിനും എൻഹാൻസ് ചെയ്യുന്ന സാധനം മിക്സ്ഡ് ആണ്. കാറ്റലിസ്റ്റ് ഒക്കെ മിക്സ് ചെയ്യുന്ന സാധനം അതിനെ സ്റ്റിർഡ് മിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിർഡ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയും. What is the primary purpose of chemically modified electrons in electrochemistry? Chemically modified electrons in electrochemistry എന്താണ്? Chemically modify ചെയ്യുമ്പോൾ നമുക്ക് particularly select ചെയ്യാൻ അതിന്റെ sensitivity നമുക്ക് improve ചെയ്യാൻ പറ്റും. Improved selectivity and improved sensitivity. Fifth question, which type of chemically modified electron is formed by organic molecules spontaneously absorbed on the electrode surface? അതാണ് കണ്ടിന്യൂസ്ലി ആയിട്ട് അബ്സോർവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോഡ് സർഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെൽഫ് അസംബിൾഡ് മോണോ ലെയർ, ഒറ്റ ലെയറേ യൂസ് ചെയ്യുള്ളൂ. സെൽഫായിട്ട് അസംബിൾ ചെയ്ത മോണോ ലെയർ, സാംസ് എന്ന് പറയും. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ടോപ്പിക് നമ്മൾ നോക്കണമെങ്കിൽ റെഫറൻസ് ഇലക്ട്രോഡ്സിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അതിന്റെ ടൈപ്പ്, ബേസിക് പ്രിൻസിപ്പിൾ, സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ്സ് അത് ഓൾറെഡി നോക്കിയതാണ്. പിന്നെ റെഫറൻസ് ഇലക്ട്രോഡ് ആക്ച്വലി നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോഡ്സ് ഓഫ് സെക്കൻഡ് കൈൻഡ് ആസ് റെഫറൻസ് ഇലക്ട്രോഡ്, അത് pH ബേസ്ഡ് റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. പിന്നെ ഇന്നർ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്, സോളിഡ് സ്റ്റേറ്റ് റെഫറൻസ് ഇലക്ട്രോഡ്, സീഡോ റെഫറൻസ് ഇലക്ട്രോഡ്സ് ആൻഡ് മെർക്കുറി ഇലക്ട്രോഡ്സ്, അതിൽ സോളിഡ് ഇലക്ട്രോഡ്സ്, കാർബൺ ഇലക്ട്രോഡ്സ്, സ്ക്രീൻ പ്രിന്റഡ് ഇലക്ട്രോഡ്സ്. അതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. സോ റെഫറൻസ് ഇലക്ട്രോഡിന്റെ ടൈപ്പ് നോക്കുമ്പോൾ നമ്മളിത് നേരത്തെ നോക്കിയ സംഭവമാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ് നേരത്തെ അവിടെ നോക്കിയിട്ടുണ്ട്, കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് നോക്കി. അതിന്റെ കോമ്പോസിഷൻ മാത്രമേ നമ്മൾ നോക്കിയിട്ടില്ല. പ്ലാറ്റിനം ഇലക്ട്രോഡ്സിനാണ് ഇമ്മേഴ്സ് ചെയ്ത് 1 m of HCl with hydrogen gas bubbling through it. Usage, while ideal theoretically, it is impractical for routine use due to difficulty of maintaining hydrogen gas precisely. അതിന്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് പ്രാക്ടിക്കൽ യൂസേജിന്റെ. ഇനി കലോമൽ ഇലക്ട്രോഡ്സ്, Hg or Hg2Cl2 electrodes. Basic principle utilizes mercury electrode in contact with saturated potassium chloride solution containing Hg2Cl2, calomel. Okay, types includes saturated calomel electrodes and silver chloride electrodes. We are commonly electrochemical measurement use ചെയ്യുന്നതാണ്. The stability provides a stable potential over a wide range of conditions. Stable potential making it a practical for many applications. ഇനി സിൽവർ ഓർ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്സ്, Ag or AgCl. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ സിൽവർ വയർ കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ക്ലോറൈഡ് കണ്ടെയ്നിങ് ഇലക്ട്രോഡ് സൊല്യൂഷൻ. ആപ്ലിക്കേഷൻ റെഫറൻസ് ഇലക്ട്രോഡ് ഡ്യൂ ടു സ്റ്റെബിലിറ്റി ആൻഡ് ഈസ് ഓഫ് യൂസ് ഇൻ വേരിയസ് ഇലക്ട്രോകെമിക്കൽ എൻവയോൺമെന്റ്. സീഡോ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് നോൺ ഇക്വിലിബ്രിയം ഇലക്ട്രോഡ്, സീഡോ എന്ന പേര് തന്നെയുണ്ട്, ഉഡായിപ്പ് എന്ന പേര്. ദാറ്റ് അപ്രോക്സിമേറ്റ് റെഫറൻസ് തരത്തുള്ളൂ, ബിഹേവിയർ വിത്തൗട്ട് മീറ്റിംഗ് ഓൺ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സീഡോ നമുക്ക് ഡമ്മി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് Ag സിൽവർ ഇലക്ട്രോഡ്സ് ഉണ്ടാവും, നോൺ അക്യൂസ് സൊല്യൂഷൻസിലായിരിക്കും. സ്റ്റേബിൾ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാനോ ലെസ് പ്രിസിസ് ഒക്കെ അതൊക്കെ മതിയെങ്കിൽ നമുക്ക് സീഡോ റെഫറൻസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യും. അതർ ടൈപ്പ് എന്ന് വെച്ചാൽ അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, അത് നമ്മുടെ pH electrodes for hydrogen ions and rely on stable reference potential for accurate measurements and ion selective use ചെയ്യാം. സോ നമ്മൾ ഒരു ഇലക്ട്രോഡ്സിന്റെയും സൊല്യൂഷന്റെയും ഇതിന്റെ ഒരു ഡയഗ്രാം ബേസിക്കലി തന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇലക്ട്രോഡ്സ് ഓഫ് സെക്കൻഡ് കൈൻഡ് ആസ് ആൻ റെഫറൻസ് ഇലക്ട്രോഡ്. സെക്കൻഡ് കൈൻഡ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേബിൾ റിഡോക്സ് കപ്പിൾസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് കൈൻഡ് ഓഫ് റെഫറൻസ്. അതിനാണ് സെക്കൻഡറി റെഫറൻസ് എന്ന് നമ്മൾ അതിന് പറയും. അതെന്താണ്? These electrodes provide a stable potential that remains constant under varying experimental condition, making them suitable for precise electrochemical measurements. And the basic principle is redox couples ആണ്. അതിൽ electrodes of the second kind use redox couples
where the electrochemical potential is defined by the equilibrium between oxidized and reduced forms of species. Example of redox couples include Fe2 plus Fe. നമ്മൾ കുറെ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് redox couples-ന്റെ എക്സാമ്പിൾസ് ഒക്കെ MCQ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഇനി റഫറൻസ് പൊട്ടൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് the electrode potential is stable and reproducible under different experimental condition, temperature and concentration. Example ആണ്. The stability allows for accurate measurements of unknown potential against non-reference. Simple. നമ്മൾ നേരത്തെ പഠിച്ച reference potential application electrochemical studies widely used ചെയ്യുന്നുണ്ട്. Analytical techniques like cyclic voltammetry, chronoamperometry and electrochemical impedance spectroscopy ലൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. ഇനി pH based reference electrode. pH based എന്ന് പറയുമ്പോൾ നമ്മൾ aqueous solution pH ബേസ് ആണോ ന്യൂട്രൽ നമ്മുടെ എന്താ പറയുക അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ. These electrodes rely on the potential difference generated as a between a glass electrode and a reference. ഒരു ഗ്ലാസ് ഇലക്ട്രോഡിന്റെയും റെഫറൻസ് ഇലക്ട്രോഡിന്റെയും എന്താ പറയുക ഡിഫറൻസ് ആണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ ഗ്ലാസ് ഇലക്ട്രോഡ് ആണ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് മെംബ്രെയിൻ ദാറ്റ് റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ ഹൈഡ്രജൻ അയോൺസ് ഇൻ ദ concentration. pH നമുക്ക് അറിയാലോ HCl വരുമ്പോൾ acidic ആവും. The potential difference is proportional to the logarithmic of the hydrogen ion activity in the solution. ഇനി reference electrode typically silver chloride electrode which with a stable and reproducible potential. The potential difference between the glass electrode and the reference electrode is used to calculate the pH of the solution. ഇനി calibration. ഇതിന്റെ കോൺസ്റ്റന്റ് കാലിബ്രേഷൻ വേണം, കാരണം അതിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒബ്വിയസ്ലി നമുക്ക് കോൺസ്റ്റന്റ് കാലിബ്രേഷൻ അവിടെ വേണ്ടി വരുന്നുണ്ട്. The electrode potential changes linearly with pH allowing accurate pH measurement across a wide range. ഇനി അപ്ലിക്കേഷൻസ് നമുക്കറിയാം, കെമിക്കൽ ബയോളജിക്കൽ സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ വേണം, ഫുഡ് ആൻഡ് ബീവറേജ്, ഫാർമസ്യൂട്ടിക്കൽ വാട്ടർ ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് പർപ്പസിനും ഇത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന നോട്ട്സ് ക്ലിയർ ആയിട്ട് നോക്കണമെങ്കിൽ നിന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതാ ഒരു ഞാൻ 2-3 pH ഇലക്ട്രോഡ്സിന്റെ എക്സാമ്പിൾസ്, അതിന്റെ ടെക്നിക്കൽ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് നോക്കി കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി ഇന്നർ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ്സ്. ഇന്നർ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ ഇത് ഇന്നർ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് ആർ കാറ്റഗറി ഓഫ് ഇലക്ട്രോഡ് റെഫറൻസ് ഇലക്ട്രോഡ്സ് that utilize stable redox couples with well-defined standard potential. These electrodes provide a reliable and known potential against which other electrodes can be measured. They are often specific ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റഡീസിൽ അത് യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെയും റിഡോക്സ് കപ്പിളാണ് വലിയൊരു ഫാക്ടർ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച അതേ സാധനം സോളിഡ് സ്റ്റേറ്റ് റെഫറൻസ് ഇലക്ട്രോഡ്സിൽ എന്ന് പറയാൻ സോളിഡ് സ്റ്റേറ്റ് മെറ്റീരിയൽസിന് യൂസ് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് ലിക്വിഡ് ഇലക്ട്രോഡ്സ്. ഇപ്പൊ എന്താ പറയുക, റോബസ്റ്റ് ആയിരിക്കും, ലോഞ്ചിവിറ്റി കൂടുതലായിരിക്കും, ലിക്വിഡ് ആകുമ്പോൾ പെട്ടെന്ന് കേടായി പോകും. എന്താ പറയുക, ട്രഡീഷണൽ ലിക്വിഡ് ബേസിനെക്കാട്ടും സോളിഡ് ബേസിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പൊ മെറ്റൽ ഓക്സൈഡ് ഇലക്ട്രോഡ്സ് ആൻഡ് സെലക്റ്റീവ് മെംബ്രെയിൻസ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആൻഡ് മെയിൻറ്റെയിനിങ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇതൊക്കെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇനി സീഡോ റെഫറൻസ് ഇലക്ട്രോഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്രോക്സിമേഷൻ ബിഹേവിയറിന് വേറെ വലിയ കളിയൊന്നും അതിലില്ല. ഇനി മെർക്കുറി ഇലക്ട്രോഡ്സ് വൈഡ്ലി യൂസ് ചെയ്യപ്പെടുന്ന സാധനമാണ്. യുണീക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ലോ ഹൈഡ്രജൻ ഓവർ പൊട്ടൻഷ്യൽ ആണ്, വൈഡ് ഇലക്ട്രോകെമിക്കൽ വിൻഡോ ആൻഡ് എബിലിറ്റി ടു ഫോം അമാൽഗംസ് വിത്ത് എനി മെറ്റൽ. ദ മെയിൻ 2 types ഓഫ് മെർക്കുറി ഇലക്ട്രോഡ്സ്. ഫസ്റ്റ് സോളിഡ് മെർക്കുറി ഇലക്ട്രോഡ്സ്, അത് എന്താണ്, ടിപ്പിക്കലി ഡിപ്പോസിറ്റിംഗ് എ തിൻ ലെയർ ഓഫ് മെർക്കുറി ഓൺ ദ സോളിഡ് സബ്സ്ട്രേറ്റ് സച്ച് as glassy carbon platinum. അഡ്വാൻറ്റേജ് സ്റ്റേബിൾ ആൻഡ് റീപ്രൊഡ്യൂസിബിൾ സർഫേസ് ഉണ്ട്. ലിക്വിഡ് മെർക്കുറി നമുക്ക് ഇംപ്രാക്ടിക്കൽ ആണ്, അത് യൂസ് ചെയ്യേണ്ട. ആപ്ലിക്കേഷൻ വോൾട്ടോമെട്രിക് ടെക്നിക്സിനും സൈക്ലോ വോൾട്ടോമെട്രിക്കും ഡിറ്റക്ടിങ് ട്രേസ് മെറ്റൽസ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിനൊക്കെ യൂസ് ചെയ്യാം. ഇനി ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്സ്, അതായത് മെർക്കുറി ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്സ് ഇൻവോൾവ് ഡ്രോപ്പിംഗ് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് മെർക്കുറി ഓവർ എ കണ്ടക്റ്റീവ് സർഫേസ് such as platinum or glassy carbon. Advantages: fresh surface of mercury with each drop ensuring reproducibility and sensitivity in the environmental measurements. Application: polarography and stripping voltammetry for studying reduction, oxidation process and trace analysis. ഇനി അടുത്ത കാർബൺ ഇലക്ട്രോഡ്സ്. Carbon electrodes is popular in electrochemistry due to their chemical inertness, high conductivity and ease of modification. There are several types of carbon electrodes commonly used. Graphite electrodes are basic principle. Graphite electrodes are composed of layers of carbon atoms arranged in a hexagonal lattice.
chemically stable and provide a large surface area of electrochemical reactions. Used in cyclophotometric, amperometric, potentiometric എല്ലാ ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യുന്നതാണ്. ഇനി ഗ്ലാസി കാർബൺ ഇലക്ട്രോഡ്, നമ്മൾ ഗ്ലാസ് സർഫേസ് ഉണ്ടായിരിക്കും, നമ്മൾ പൈറോലൈസിങ് ഓർഗാനിക് പ്രിക്കർസേഴ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് സർഫേസ് ഉണ്ടാക്കുന്നത്. ഇതും സ്റ്റേബിൾ ആണ്, റീപ്രൊഡ്യൂസബിൾ ആണ്, ലോ ബാക്ക്ഗ്രൗണ്ട് കറണ്ട്, suitable for high resolution electrochemical measurements. Application used in electrochemical studies, the detection of analytes, low limits, low currents like നമുക്ക് ഇത് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഈസ് screen printed electrons. Screen printed electrons are manufactured by printing conductive materials, carbon ആയിരിക്കും, ink, metal ആയിരിക്കാം പലതും, on the substrate, typically ceramic or polymer. They offer low cost ആണ്, disposability and ease of എന്താ പറയുക customization. Okay, basic principle, fabricate ചെയ്യും, print ചെയ്യും, ഒരു പോളിമറിലോ അല്ലെങ്കിൽ ഒരു സെറാമിക്കിലോ നമ്മൾ മുകളിൽ ഒരു കാർബൺ ഇങ്കോ അല്ലെങ്കിൽ മെറ്റൽ ഇങ്കോ നമ്മൾ പ്രിന്റ് ചെയ്ത് വയ്ക്കും. Low cost ആണ്, disposable format ആണ്, compatibility with miniature and portable device. Application point of care device, biosensors, നമ്മുടെ ബയോമെഡിക്കൽ ബേസ് ചെയ്ത് കുറച്ചും കൂടെ ഇത് യൂസ് ചെയ്യും. They enable rapid and sensitive detection of analytes in complex samples. അത് വലിയൊരു ഗുണമാണ്. MCQ-ലേക്ക് വരാം. Which of the following is an advantage of using mercury electrodes in electrochemical measurements? എന്താണ് മെർക്കുറി ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഗുണം വൈഡ് ഇലക്ട്രോകെമിക്കൽ വിൻഡോ. അതാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യം. ഇനി ഇൻ വിച്ച് ടെക്നിക് ആർ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്സ് ആർ കോമൺലി യൂസ്ഡ്? ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്സ് കോമൺലി യൂസ് ചെയ്തത് പോളറോഗ്രാഫി. ഡ്രോപ്പ് ചെയ്യുന്ന മെർക്കുറി ഇലക്ട്രോഡ്സ് ഡ്രോപ്പ് ചെയ്യുന്നത്, പിന്നെ ഡ്രോപ്പിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് ടൈപ്പ് ഓഫ് കാർബൺ ഇലക്ട്രോഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ പൈറലൈസിംഗ്? അതാണ് പൈറലൈസിംഗ് പ്രഷർ അറ്റ് ഹൈ പ്രഷർ എന്ന് പറയുന്നത് ഗ്ലാസി കാർബൺ ഇലക്ട്രോഡ്. And what is the key advantage of using graphite electrodes in electrochemical measurements? Graphite electrode യൂസ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഗുണം എന്ന് ചോദിച്ചാൽ, കീ അഡ്വാൻറ്റേജ് ലാർജ് സർഫസ് ഏരിയ, വലിയ സർഫസ് ഏരിയ. പിന്നെ കുറെ ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് കുറെ MCQs ഇതിൽ ആഡ് ചെയ്ത് വിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും കുറെ ടൈപ്പ് ഓഫ് നമ്മൾ സ്ക്രീൻ പ്രിന്റഡ് ഗ്ലാസ് ഇലക്ട്രോഡ്സ്, സീഡോ ഇലക്ട്രോഡ്സ്, ഇങ്ങനെ കുറെ ഇലക്ട്രോഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് കമ്പയർ ചെയ്ത് പഠിക്കുക, നിർത്തി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് കുറെ MCQs ഇതിൽ നിന്ന് തന്നെ മാപ്പ് ചെയ്ത് കിട്ടും. ഓക്കെ, താങ്ക് യു.